ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ HTML ഫോം എലമെന്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് യൂസറുടെ നിന്ന് ഇൻപുട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എലമെന്റിനെയാണ് ഫോം എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് നമ്മൾ സെർവറിലേക്ക് ഫർദർ പ്രോസസ്സിന് വേണ്ടി അയച്ചു കൊടുക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഫോം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫോം എലമെന്റിന് വേണ്ടി ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടാഗ് എന്ന് പറയുന്നത് ഫോം ടാഗ് ആണ്. അതിന്റെ ഉള്ളിലാണ് നമുക്ക് ഇനി അതിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടന്റ് വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ഫോം ടാഗിന്റെ ഉള്ളിലായിട്ടായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആക്ഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോ ഈ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തിലേക്കാണ് ആ ഒരു ഫോമിന്റെ ഇത് പോകേണ്ടത്, അതായത് എന്ത് ആക്ഷൻ ആണ് അവിടെ പെർഫോം ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്. ചിലപ്പോൾ നമുക്ക് ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നായിരിക്കും, ചിലപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആക്ഷൻസ് അത് ബാക്കിൻ്റെ വരുന്നതാണ്. ആ ഒരു സംഭവം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇവിടെ ഹാഷ് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് അവിടെ ഉണ്ട്, അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ബേസിക്കലി ഞാൻ ബാക്ക് എൻഡിലേക്ക് കണക്ട് ചെയ്തൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ടിട്ടാണ് അവിടെ ഹാഷ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എലമെന്റ്സ് ആഡ് ചെയ്യാം. എലമെന്റ്സ് ആഡ് ചെയ്യാനായിട്ടാണെങ്കിൽ ഇപ്പൊ നമുക്ക് ബേസിക്കലി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലേബലും അതുപോലെ തന്നെ ഒരു എന്താ ഇൻപുട്ട്, അതായത് നമുക്ക് എന്താണ് ഇൻപുട്ട് ചെയ്യേണ്ടത് എന്ന് യൂസറിന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലേബൽ കൊടുക്കുക. ദെൻ ലേബലിന്റെ ഉള്ളിൽ ഇപ്പൊ നമുക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. എനിക്ക് നെയിം ആണെങ്കിൽ നെയിം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ ആണെങ്കിൽ നമ്മളൊരു ഫോർ ആട്രിബ്യൂട്ട് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ആ ഒരു എന്തെന്നാ നമ്മുടെ ഇൻപുട്ടിന്റെ കറക്റ്റ് ആയിട്ട് അത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എന്താണ് കൊടുക്കുന്നത്, ഇവിടെ ലേബലിന് ഫോർ എന്താണ് കൊടുക്കുന്നത് ഇത് തന്നെ ആയിരിക്കണം കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഇൻപുട്ടിന് ID ആയിട്ട് കൊടുക്കേണ്ടത്. ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് എന്ന് പറയുന്ന ലേബൽ ടാഗാണ് യൂസ് ചെയ്യുന്നത്. അതായത് ടൈപ്പ് ആട്രിബ്യൂട്ട് വരുന്നുണ്ട്. ടൈപ്പ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോഴത്തേനും എന്ത് ടൈപ്പാണ് അവിടെ ഒരു ഇൻപുട്ട് വരേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം നമുക്കൊരു ടെക്സ്റ്റ് കൊടുത്തു നോക്കാം. പിന്നെ ഇവിടെ ഒരു BR ടാഗ് കൂടി ഇട്ട് കൊടുക്കുക. ഒരു നെക്സ്റ്റ് ലൈനിൽ വരുന്ന ഒരു സ്റ്റൈലിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ ഒരു നെയിം ചോദിച്ചിട്ടുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഡാറ്റാബേസിലേക്ക് ഡാറ്റ ആക്സസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ നെയിം എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ആ നെയിം വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ജസ്റ്റ് നെയിം എന്ന് തന്നെ കൊടുക്കുകയാണ്. അതുപോലെ ഇനി നമുക്ക് IDയും കൂടി കൊടുക്കണം ഇതിന്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബലും ഇൻപുട്ടും കൂടി കറക്റ്റ് ആയിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ID ഇവിടെ കൊടുത്ത ഈ 4 കൊടുത്തേക്കുന്നത് തന്നെ ആയിരിക്കണം ഇവിടെയും കൊടുക്കുന്നത്. അത് കൊടുത്തു. ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെയാണ്. ലേബൽ ഇവിടെ വന്നു, നമ്മളൊരു BR ടാഗ് ഇട്ടുകൊണ്ട് അതിന്റെ നെക്സ്റ്റ് ഇൻപുട്ട് ടെക്സ്റ്റ് ആയതുകൊണ്ട് ഒരു ടെക്സ്റ്റ് ബോക്സാണ് വന്നേക്കുന്നത്. വിച്ച് മീൻസ് നമുക്കൊരു ടെക്സ്റ്റ് വാല്യൂസ് അടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ബോക്സ് ആയിട്ടാണ് അത് വന്നേക്കുന്നത്. നമ്പേഴ്സും അടിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് റേഡിയോ ബട്ടൺസ് കൊടുക്കണം എന്ന് വിചാരിക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് ജെൻഡർ വേണം, ആളുടെ ജെൻഡർ വേണമെന്നുണ്ടെങ്കിൽ അത് റേഡിയോ ബട്ടൺ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാ കൊടുക്കുന്നത്, ലേബലിന്റെ അകത്ത് ജസ്റ്റ് എന്തെന്നാ ജെൻഡർ എന്നുള്ള ലേബിൾ കൊടുക്കുക. ഇവിടെ ഞാൻ BR ഇടുന്നില്ല, ജസ്റ്റ് അതിൻ്റെ അകത്ത് തന്നെ വരുന്ന ഒരു സെയിം ലൈനിൽ തന്നെ വരുന്നു എന്നുള്ള ഒരു ഇത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എന്ത് കൊടുക്കാം, ഇൻപുട്ട് ടൈപ്പ് കൊടുക്കാം. ഓക്കെ, BR ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ലൈനിൽ നമുക്ക് ജെൻഡർ സെലക്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് പോവാം. നെക്സ്റ്റ് ലൈനിൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കണം. അത് ഇൻപുട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുന്നതെന്ന് പറയാം. ഇൻപുട്ടിൻ്റെ അകത്ത് ടൈപ്പ് ഇനി നമ്മൾ കൊടുക്കുമ്പോഴത്തേനും റേഡിയോ ബട്ടൺ എന്ന് പറയുമ്പോഴത്തേനും നമുക്കൊരു 1 or more, അതായത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് ഒരു ഓപ്ഷൻ മാത്രമേ അറ്റ് എ ടൈം ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ റേഡിയോ ബട്ടൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ജെൻഡർ ഉണ്ട്, ജെൻഡറിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ മാത്രമേ ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്നാ ടൈപ്പ് റേഡിയോ ആക്കി കൊടുക്കുക. നെയിം ജെൻ എന്ന് തന്നെ കൊടുക്കുകയാണ്. IDയും കൂടി കൊടുക്കുക. ID 4 കൊടുത്തതുപോലെ തന്നെ ഇവിടെ കൊടുക്കുക. ഓക്കെ,
ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ വാല്യൂവും കൂടി കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൾട്ടിപ്പിൾ റേഡിയോ ബട്ടൺസിന് സെയിം നെയിം ആയിരിക്കണം. അതായത് ഈ നെയിം വെച്ചിട്ട് തന്നെ വേണം. ഇപ്പം മെയിലിന് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു, ഫീമെയിലിന് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം മെയിലിനും ഫീമെയിലിനും ഒക്കെ ആയിട്ട് ഈ സെയിം നെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ബാക്ക് എൻഡിലേക്ക് വാല്യൂ എടുക്കുമ്പോൾ നെയിം സെയിം ആയിരിക്കും, പക്ഷെ അതിൻ്റെ അകത്ത് എന്താ വാല്യൂ എന്നുള്ളത് നമുക്ക് അറിയണ്ട. ആ വാല്യൂ അറിയാൻ വേണ്ടിയിട്ട് വാല്യൂ കൊടുക്കുക. ഞാൻ മെയിലിന് പറഞ്ഞ വാല്യൂ കൊടുത്തു. ഇതിനൊരു ലേബൽ കൊടുക്കുക. ഇവിടെ ഈ ലേബലിന് മാച്ച് ആയിട്ട് വേണം ഇത് കൊടുക്കാനായിട്ട്. മെയിൽ. ഓക്കെ, ലേബൽ കൊടുത്തു. സിമിലർലി നമുക്ക് ഇനി എത്ര ബട്ടൺ വേണമെങ്കിലും, അതായത് മെയിൽ, ഫീമെയിൽ, അതുപോലെ അതേഴ്സ്, അങ്ങനെ എത്ര വേണമെങ്കിലും റേഡിയോ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാം. ഓൺലി ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് നെയിം സെയിം ആയിരിക്കണം. അതിന്റെ എല്ലാത്തിന്റെയും നെയിം സെയിം ആയിരിക്കണം എന്ന് മാത്രമാണ് നമുക്ക് കൊടുക്കേണ്ട ഒരു റിക്വയർമെന്റ്. ഇപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ബട്ടണും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫീമെയിലിന് വേണ്ടിയിട്ടുള്ളതും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു BR ടാഗ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ടെക്സ്റ്റ് ബോക്സ് കഴിഞ്ഞിട്ട് ഒരു BR ടാഗും കൂടി ഇട്ട് കൊടുക്കും. നമ്മൾ നോക്കുവാണെങ്കിൽ താഴെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് അറ്റ് എ ടൈം ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് റേഡിയോ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ചെക്ക് ബോക്സ് ആണ് വരുന്നത്. ചെക്ക് ബോക്സ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എത്ര വേണമെങ്കിലും 0 ഓർ മോർ ഓപ്ഷൻസ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചെക്ക് ബോക്സിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമുക്ക് ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് കൊടുക്കാം. അതിൻ്റെ അകത്ത് ടൈപ്പ് ചെക്ക് ബോക്സ് ആക്കി വെക്കുക. ഓക്കെ, നെയിം എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം ഞാൻ എക്സാമ്പിൾ ഞാൻ കുറച്ച് വെഹിക്കിൾസിൻ്റെ ആണ് കൊടുക്കുന്നതെങ്കിൽ വെഹിക്കിൾ 1 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലാംഗ്വേജസ് കൊടുക്കാം. ഞാൻ MAL എന്ന് കൊടുക്കുകയാണ്. വാല്യൂ അതുപോലെ തന്നെ മെയിൽ എന്ന് കൊടുക്കണം. ID കൂടി കൊടുക്കണം. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വേണം? ലേബിൾ വെക്കണം. ലേബലിൻ്റെ അകത്ത് ഫോറിൻ്റെ അകത്ത് ID കൊടുക്കുക. MAL എന്ന് പറഞ്ഞ ID കൊടുക്കുക. ഓക്കെ, ലാംഗ്വേജ് കൊടുത്തു. സിമിലർലി നമുക്ക് എത്ര വേണമെങ്കിലും ചെക്ക് ബോക്സിൻ്റെ അകത്ത് ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇൻപുട്ടും ഇതും കോപ്പി ഐ മീൻ സെയിം പോലെ ചെയ്യുക. നെയിം മാറ്റി കൊടുക്കുക, വാല്യൂ മാറ്റി കൊടുക്കുക, അങ്ങനെ ചേഞ്ച് ചെയ്ത് വെക്കുക. നോക്കുകയാണെങ്കിൽ ഞാനൊരു 3 ചെക്ക് ബോക്സിൻ്റെ അകത്ത് 3 വാല്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ടും ലേബലും കൊടുത്തിട്ട് നമ്മൾ മലയാളത്തിന് ചെയ്ത പോലെ തന്നെ ഇംഗ്ലീഷിനും ഹിന്ദിക്കും കൂടി 2 ചെക്ക് ബോക്സ് ബട്ടൺസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് 3 വേണമെങ്കിൽ ഒരുമിച്ച് ക്ലിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 2 മാത്രം ക്ലിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 1 മാത്രമായിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നും ക്ലിക്ക് ചെയ്തിരിക്കാനും പറ്റും. മനസ്സിലായോ? അതാണ് ചെക്ക് ബോക്സ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫോം സബ്മിറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഫോം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഫോം ആക്ച്വലി ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവമൊക്കെ നടക്കുന്നത് സബ്മിഷന്റെ സമയത്താണ്. അപ്പൊ അവിടെ ഇൻപുട്ട് അതിന്റെ ടൈപ്പ് സബ്മിറ്റ് എന്ന് കൊടുക്കുക.
നെയിം അഗൈൻ എന്തെങ്കിലും കൊടുക്കുക. വാല്യൂ സബ്മിറ്റ് എന്ന് കൊടുക്കുക. നമുക്ക് അവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ആയി വരും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മുന്നത്തെ ഒരു BR ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ താഴേക്കായിട്ട് വന്നോളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു സബ്മിറ്റ് ചെയ്യാനുള്ള ഇത് വന്നു. നമുക്ക് ഇപ്പൊ വാല്യൂസ് അടിച്ചു കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോം റിഫ്രഷ് ആയി വരുന്നുണ്ട്. അത് ഹാഷ് കൊടുത്തേക്കുന്നതുകൊണ്ടാണ്. നമുക്കിപ്പോൾ ബാക്ക് എൻഡിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക് എൻഡിലേക്ക് ഡാറ്റ ആഡ് ആയി പോയിക്കോളും. ഇത്രയാണ് നമുക്ക് ഫോമിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. ഇനി കുറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അത് ഇൻപുട്ട് ടൈപ്പിൽ മാത്രമേ ഡിഫറൻസ് വരത്തുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഫോമിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇമെയിലോ പാസ്വേഡോ കൊടുക്കുകയാണെങ്കിൽ ടൈപ്പ് ഇമെയിൽ ആയിരിക്കും, അതുപോലെ പാസ്വേഡ് ആണെങ്കിൽ പാസ്വേഡും ആയിരിക്കും. അതാണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് സംഭവങ്ങളെന്ന് പറയുന്നത്. അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ടെക്സ്റ്റ് മാറ്റി കൊടുക്കുക, ഇമെയിൽ ആക്കുക. ഇമെയിൽ ആയിരിക്കും, ഇമെയിലിൻ്റെ ആണെങ്കിൽ. അതുപോലെ പാസ്വേഡ് ആണെങ്കിൽ പാസ്വേഡ് എന്നാണ് അതിൻ്റെ ടൈപ്പ് കൊടുക്കേണ്ടത്. ഇതും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇമെയിലിൻ്റെയും പാസ്വേഡിനെയും വന്നിട്ടുണ്ട്. പാസ്വേഡ് അടിക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഫോർമാറ്റിലായിരിക്കും വരുന്നത്. കണ്ടോ, അത്രയാണ് വരുന്നത്. അതാണ് മെയിനായിട്ട് നമുക്ക് ഫോമിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങൾ കുറച്ചും കൂടി അഡീഷണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും തന്നെ നോക്കാം. അപ്പോൾ ഇത്രയാണ് മെയിൻലി നമുക്ക് ഫോമിൻ്റെ അകത്ത് ആവശ്യം വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.